ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയദിനം ആഘോഷിച്ചു. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിച്ചു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ്, ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് കാർഗിൽ വിജയദിനം ആഘോഷിച്ചത്. സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെയും കാഞ്ഞങ്ങാട്ടെ ഹോംഗാർഡുമാരായ കെ മണി, കെ ജെ ബാബു എന്നിവരെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ പരിപാടിയുടെ ഉദ്ഘാടനവും ആദരകർമ്മവും നിർവഹിച്ചു. കുട്ടികൾ നിയമബോധമുള്ള പൗരന്മാരായി വളരണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി അജിത് കുമാർ പറഞ്ഞു. പാകിസ്ഥാൻ രാജ്യം പിടിച്ചെടുത്ത ഭൂമി, കാർഗിൽ എന്ന ഭൂമി തിരിച്ചു പിടിച്ച ദിവസമാണ്. ഓപ്പറേഷൻ വിജയ് എന്നാണ് ഈ ദിവസത്തെ, ആ വിജയത്തെ നമ്മുടെ ഗവൺമെന്റ് വിളിക്കുന്നത്. ഏറ്റവും മഹത്തായ ഒരു യുദ്ധമായിരുന്നു. പലപ്പോഴും ഈ രണ്ട് മിലിറ്ററിക്കാരെ കുറിച്ച് നമ്മൾ അവരെ ആദരിക്കുമ്പോൾ, ആ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ പലതും ഓർമ്മിക്കുകയാണ്. എന്താണ് കാർഗിൽ വാർ എന്ന് നമ്മളെ അറിയുകയാണ്. നിങ്ങളിന്ന് ആലോചിക്കും, എന്തിനാണ് ഇവരെ ആദരിച്ചത്? എപ്പോഴും നമ്മുടെ ചരിത്രം നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ ചരിത്രം നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. നമ്മൾ സയൻസും ഒക്കെ പഠിക്കുമെങ്കിലും നിങ്ങൾക്കറിയാം, നമുക്കൊരു മൂന്നാം ലോക മഹായുദ്ധം ഇവിടെ നടക്കാത്തത് എന്തുകൊണ്ടാണ്? അത് പ്രത്യേകിച്ച് നമ്മൾ ചരിത്രം പഠിക്കുന്നതാണ്. ഹെഡ് മാസ്റ്റർ പി പി രാജേഷ് അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി പി പി ബാബുരാജ്, ഹോംഗാർഡ് പി കെ ജയൻ, അധ്യാപികമാരായ ടി ടി വി സിന്ധു, കെ വി ശ്രീരേഖ, ഡ്രിൽ ഇൻസ്ട്രക്ടർ കെ വി സുപ്രിയ, എസ് പി സി കേഡറ്റ് ഫാത്തിമത്ത് ഷഹാന തുടങ്ങിയവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസറും ഡ്രിൽ ഇൻസ്ട്രക്ടറുമായ പ്രദീപൻ കോതോളി സ്വാഗതവും ടി വഹീദ ടീച്ചർ നന്ദിയും പറഞ്ഞു. കാർഗിൽ യുദ്ധാനുഭവങ്ങൾ സൈനികരിൽ നിന്നും കേട്ടത് കേഡറ്റുകൾക്ക് വലിയ പ്രചോദനമായി. പരിപാടിയിൽ 80ഓളം കേഡറ്റുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.